അപ്പം ഞാൻ വീണ്ടും അടുക്കളയിലോട്ടൊന്ന് കയറി. ഇച്ചിരി കിളിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം കിളിമീൻ കുളമ്പുളി ഇട്ട കറി എന്ന് വെച്ചാലോ, കുളമ്പുളി ഇട്ട് കോട്ടയം സ്റ്റൈലിൽ മീൻ കറി വെക്കാം. അപ്പോൾ നമുക്കതിനാവശ്യമായിട്ട് 1 കിലോ കിളിമീനുണ്ട്. ആ കിളിമീൻ ആവശ്യമായിട്ട് ഒരു 8 വെളുത്തുള്ളി അത് പൊളിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഞാൻ സൂപ്പർനോവയുടെയാണ് യൂസ് ചെയ്യുന്നത്, നല്ല പൊടിയാണ്. പിന്നെ കുടംപുളി ഇങ്ങനെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുടംപുളിയുണ്ട്. പിന്നെ നാടൻ നല്ല വെളിച്ചെണ്ണ, ഉപ്പ്, കടുക്, ഉലുവ. ഇത്ര ഐറ്റമാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണ്ടത്. വേണ്ടിയിട്ടിപ്പം നല്ല ചട്ടി ഇത് കണ്ടോ, മൺചട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ചു, മൺചട്ടി വെച്ച് ഇത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും. ചൂടായി നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കും. ഒരു 5-6 ഉലുവ കടുകിൻ്റെ കൂടെ ഇട്ടാലെന്ന് വെച്ചാൽ പെട്ടെന്ന് മൂത്ത് കറുത്ത് പോകും. ഇതിപ്പോൾ രണ്ടും ഒരുപോലെ പൊട്ടി വരിക. ഈ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര സാധനം അത് ചേർത്ത് കൊടുക്കും. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂക്കണം. ആ കൂട്ടത്തിൽ തന്നെ നല്ല കരിയാപ്പില, നമ്മുടെ വീട്ടിലെ തന്നെ ഫ്രഷ് കരിയാപ്പിലയാണ്, അതിലിട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഒന്ന് ചുമട്ട് ഒരു ചെറിയ റെഡിഷ് കളർ വരണം, എന്നാലേ മീൻ കറി ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇഞ്ചിയുടെയും വെളുത്തുള്ളി ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കണ്ടോ, ഈ ഒരു കളറായി കണ്ടോ, ഒന്ന് ഇതായി വന്നു. അപ്പോൾ ഇതിങ്ങനെ ആയി വരുമ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ ഈ മുളക് പൊടി ഇപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഈ മുളക് പൊടി ഈ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം. കണ്ടോ, ഇങ്ങനെ മൂക്കും. ആ പച്ച ചുവയെല്ലാം ഒന്ന് മാറണം. അപ്പോൾ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ കുറച്ച് പച്ചവെള്ളം ഇത് ഒഴിച്ചു. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മീൻകറിക്ക് ആവശ്യം ഇതുണ്ട്, ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ ഇതാക്കി എടുത്ത് കഴിയുമ്പോൾ ഈ കുടം പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളവും പുളിയും കൂടെ ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമുക്ക് ഈ മീൻ വേകാനുള്ള ആവശ്യത്തിന് വെള്ളം ഓവറായിട്ട് വെള്ളം ഒഴിക്കില്ല, ഒരു പരുവത്തിൽ കണ്ടോ. ഇപ്പം നമുക്ക് ഇപ്പം തന്നെ ഗ്രേവി ഒരുമാതിരി ഉണ്ടോ, ആ പരുവത്തിൽ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് ഇനി ഇത് തിളയ്ക്കണം, നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആ അപ്പോൾ കരിയാപ്പില ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അപ്പം നമ്മുടെ ഗ്രേവി നല്ല തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല തിളയായി. അപ്പോൾ അതിലോട്ട് നമ്മൾ മീൻ ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ പെറുക്കിയിട്ട് ഇങ്ങനെ ഓരോ പീസ്. അപ്പോൾ നമ്മുടെ കിളിമീനെല്ലാം കൂടെ നമ്മുടെ ഗ്രേവിക്കകത്ത് കിടന്ന് കളബള കളിക്കുന്ന കണ്ടോ. ഇതാണ് കളി കണ്ട, കിളിമീൻ കിടന്ന് കളിക്കാൻ തുടങ്ങി. ഇതിനി ഗ്രേവി നല്ലപോലെ തിളച്ച് മീൻ വെന്ത് കഴിയുമ്പോൾ മീൻ കറി ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ മീനെല്ലാം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മൂടി വെക്കുക. ഇത് തിളച്ച് നല്ലൊന്ന് വേഗം മൂടി വെക്കും. നമ്മളിത് ഇപ്പം ഒരു 5-10 മിനിറ്റോളമായി മീൻ ഇങ്ങനെ തിളച്ച് നല്ല റെഡിയായി വരുന്നുണ്ട്. കുടംപുളി ഇട്ട മീൻ കറി മണം വന്നിട്ട് വരുന്നുണ്ട് കണ്ട, ചളവള തിളയ്ക്കുന്ന കണ്ട. ആ താണ്ണ കറി നമ്മുടെ നല്ല കറിവേപ്പില അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നാടൻ കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് കണ്ട, ഇനി ഇതിൻ്റെ ഫ്ലേവറോടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കണ്ട. അപ്പം ഞാൻ ഈ മീൻ കറി ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെന്തു, മീൻ വെന്തു, ഗ്രേവി നോക്കി, ഗ്രേവി ആവശ്യത്തിന് തിക്ക് ഗ്രേവിയായി. അപ്പം നമ്മളത് ഓഫ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു പൊടിക്കൈയുണ്ട്. ലാസ്റ്റത്തെ പൊടിക്കൈ എന്ന് പറഞ്ഞാൽ ആരും പറയുന്നില്ല. വേണ്ട, നാടൻ വെളിച്ചെണ്ണ ഇങ്ങനെ മോളി ഇങ്ങനെ വട്ടത്തിൽ ഒരു സ്വല്പം അതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അന്നേരം ഒരു മണം ഇങ്ങോട്ട് വരും. എൻ്റെ സാറേ, ഒരു രക്ഷയില്ല. ഇച്ചിരി കപ്പോടുണ്ടായ ഒരു പിടി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ ഒരു ചുറ്റ് ചുറ്റി ഇവിടെ അങ്ങ് വെച്ചേക്കും. ഇനി ഈ മീൻ കറി ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കണം.
ആ, ഓ, അയ്യോ, ഇതാണ് മീൻകറി. ഞാൻ വെച്ച് നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന് അറിയാം നമുക്ക്.